PSC അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത CPIM നേതാവ് കോഴ വാങ്ങിയതായ ആരോപണം. മന്ത്രി മുഹമ്മദ് റിയാസ് വഴി സ്വാധീനം ചെലുത്താമെന്ന് വിശ്വസിപ്പിച്ചു. പരാതി കോഴിക്കോട് ജില്ലയിലെ യുവജന നേതാവിനെതിരെ. വിഷയം അറിയില്ലെന്ന് മന്ത്രിയുടെ പ്രതികരണം. മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ നിർണായക വെളിപ്പെടുത്തൽ. കാറിൽ മൃതദേഹം കണ്ടെത്തിയെന്ന് അയൽവാസി സോമൻ. മൺവെട്ടി അടക്കമുള്ള സാധനങ്ങൾ വാഹനത്തിലുണ്ടായിരുന്നു. ഭയന്നിട്ടാണ് പറയാതിരുന്നതെന്നും അയൽവാസി. കോഴിക്കോട് കാപ്പാട് തീരദേശ റോഡ് തകർച്ചയ്ക്ക് ശാശ്വത പരിഹാരമാകുന്നു. 74 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയെന്ന കാനത്തിൽ ജമീല. MLA കേരള വിഷൻ ന്യൂസ് ലൈവത്തോടിൽ. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇമ്പാക്ട്. മൂന്നാറിൽ കാറിലുള്ള അഭ്യാസം തുടരുന്നു. ആനച്ചാലിൽ യുവാക്കളുടെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ ബസിന് മുന്നിൽ വടിവാൾ വീശിയ ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിൽ. തൃശൂർ വെങ്കിടങ്കിൽ മതിലിടിഞ്ഞ് വീണ 7 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് മാമ്പ്ര സ്വദേശി മഹേഷിന്റെ മകൾ ദേവി ഭദ്ര. അപകടം കളിക്കുന്നതിനിടെ. 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ശർമ്മ തന്നെ ഇന്ത്യയെ നയിക്കും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വരെ രോഹിത് ക്യാപ്റ്റനായി തുടരും. പ്രഖ്യാപനം നടത്തി BCCI സെക്രട്ടറി ജയ്ഷ. കോപ്പ അമേരിക്കയിൽ ബ്രസീൽ പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കാനറിപ്പടയെ വീഴ്ത്തി ഉറുഗ്വേ സെമിയിൽ. സെമിഫൈനലിൽ കൊളംബിയ ഉറുഗ്വയെ നേരിടും. അർജന്റീനയ്ക്ക് എതിരാളി കാനഡ. PSC അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത CPIM നേതാവ് കോഴ വാങ്ങിയതായി പാർട്ടിക്കുള്ളിൽ പരാതി. യുവജന നേതാവിനെതിരെയാണ് ആരോപണം നിലനിൽക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിലൂടെ പാർട്ടി നേതൃത്വത്തിന്റെ അംഗീകാരം വാങ്ങി നൽകുമെന്ന് വിശ്വസിപ്പിച്ചതായും പരാതിയിലുണ്ട്. എന്നാൽ മന്ത്രി ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. കോഴിക്കോട് ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയിലെ യുവജന